ഗ്രാമർ പഠിക്കാൻ താല്പര്യമുള്ളവർ കുറവാണ്, പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കുകയും വേണം അല്ലേ? ഗ്രാമർ അധികം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ആയിരക്കണക്കിന് സെന്റൻസസ് നിർമ്മിക്കാൻ സാധിക്കുന്ന ഒത്തിരിയേറെ സെന്റൻസ് പാറ്റേൺസ് ഇംഗ്ലീഷിലുണ്ട്. ഇതുപോലത്തെ 20 പാറ്റേൺസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഈ പാറ്റേൺസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായ സെന്റൻസസ് നിർമ്മിക്കാം. കുറേയേറെ എക്സാമ്പിൾസ് ഞാൻ ഈ ലെസണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സെന്റൻസസും നിർമ്മിക്കാൻ സാധിക്കും. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ലെസന്റെ ഹോംവർക്ക് ഒന്ന് നോക്കാം. പിന്നെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. എന്റെ കാറ് വാങ്ങിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷനാണ് ഇൻട്രസ്റ്റഡ് ഇൻ. നിനക്ക് താല്പര്യമുണ്ടോ? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് മൈ കാർ? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് മൈ കാർ? ഇന്ന ഒരു പ്രിപ്പോസിഷനാണ്. പിന്നെ അതിനുശേഷം വരുന്ന വെർബ് അതിൻ്റെ ING ഫോമിലായിരിക്കാം. നിനക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്? ഇവിടെ നമ്മൾ ഇന്നിന് ശേഷം ഉപയോഗിച്ച് പൊളിറ്റിക്സ് എന്ന നൗണാണ്. ഒരു പ്രിപ്പോസിഷന് ശേഷം വരുന്നത് ഒരു നൗണോ പ്രൊനൗണോ ING ഫോമോ ആയിരിക്കണം. ആർ യു വില്ലിംഗ് ടു എന്ന് ചോദിക്കുമ്പോൾ നീ റെഡിയാണോ എന്നൊരർത്ഥമാണ് വരുന്നത്. അവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് താല്പര്യം അല്ലെങ്കിൽ കൗതുകം തോന്നി. പലരും ഇതിന്റെ ആൻസേഴ്സ് താഴെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്തവര് എക്സൈറ്റഡ്, നെർവസ് അതുപോലത്തെ വേർഡ്സ് ഉപയോഗിച്ച് കണ്ടു. അതൊന്നും അല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. അവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിൽ ഒരു താല്പര്യം തോന്നി. ആ ന്യൂസിൽ എനിക്ക് താല്പര്യം തോന്നി, അല്ലെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻ ഇൻട്രസ്റ്റഡ് ടു ആണ്. ഇൻട്രസ്റ്റഡ് ഇൻ അല്ല, ഇൻട്രസ്റ്റഡ് ടു. ഇവിടുത്തെ ടു പ്രിപ്പോസിഷനും അല്ല. ഐ വാസ് ഇൻട്രസ്റ്റഡ് ടു എന്ന് പറയുന്നത് ഐ വാസ് സർപ്രൈസ്ഡ് ടു എന്ന് പറയാവുന്ന കോണ്ടെക്സ്റ്റുകളിലാണ്. എനിക്കത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി, ആ വാർത്തയിൽ എനിക്ക് താല്പര്യം തോന്നി, ഇതെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റഡ് ഇൻ എവിടെ ഉപയോഗിക്കണം, ഇൻട്രസ്റ്റഡ് ടു എവിടെ ഉപയോഗിക്കണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സർപ്രൈസ് ടു ഉപയോഗിക്കാവുന്ന കോണ്ടെക്സ്റ്റുകളിലാണ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ടു ഉപയോഗിക്കേണ്ടത്. ഐ വാസ് ഇൻട്രസ്റ്റഡ് ടു ഹിയർ ദാറ്റ് ദേ വർ ഗെറ്റിംഗ് മാരീഡ്, അല്ലെങ്കിൽ ഐ വാസ് സർപ്രൈസ്ഡ് ടു ഹിയർ ദാറ്റ് ദേ വർ ഗെറ്റിംഗ് മാരീഡ്. അവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, അല്ലെങ്കിൽ ആ ഒരു ന്യൂസിൽ എനിക്ക് താല്പര്യം തോന്നി. ഇത് തന്നെ ഐ വാസ് സർപ്രൈസ്ഡ് ടു ഹിയർ എന്നും പറയാം നമുക്ക്. അവൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വിസമ്മതിച്ചു. ഒരു കാര്യം ചെയ്യാൻ വിസമ്മതിച്ചു എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് റിഫ്യൂസ്. ഹി റെഫ്യൂസ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഹി റെഫ്യൂസ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഞാനിവിടെ എഴുതിയത് റെഫ്യൂസ് ടു ടോക്ക് ടു മീ എന്നാണ്. ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇതാണ്, ഹി റെഫ്യൂസ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. അയാൾ എൻ്റെ നേരെ തോക്ക് ചൂണ്ടി. ഹി പോയിന്റഡ് എ ഗൺ അറ്റ് മീ, അല്ലെങ്കിൽ ഹി എയിംഡ് എ ഗൺ അറ്റ് മീ. പോയിന്റിന് ശേഷമായാലും എയിമിന് ശേഷമായാലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റാണ്. ഹി പോയിന്റഡ് എ ഗൺ അറ്റ് മീ. അവനെ സഹായിച്ചതിന് അവൻ എന്നോട് നന്ദി പറഞ്ഞു. ഹി താങ്ക്ഡ് മീ ഫോർ ഹെൽപ്പിംഗ് ഹിം. നന്ദി പറഞ്ഞു എന്നതിന് ഹി താങ്ക്ഡ് മീ എന്ന് പറഞ്ഞാൽ മതി. ഹി താങ്ക്ഡ് മീ ഫോർ ഹെൽപ്പിംഗ് ഹിം. അവനെ സഹായിച്ചതിന് അവൻ എന്നോട് നന്ദി പറഞ്ഞു. നമുക്ക് മാറ്റാനാവാത്ത കാര്യങ്ങളെക്കുറിച്ച് രോഷാകുലരാകുന്നതിൽ കാര്യമില്ല. ഒരു കാര്യം ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നെല്ലാം പറയാൻ പല സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. നമുക്കിവിടെ ഇത് ദർ ഈസ് നോ പോയിന്റ് ഇൻ എന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ച് പറയാം. ദർ ഈസ് നോ പോയിന്റ് ഇൻ ഗെറ്റിംഗ് ആംഗ്രി അബൌട്ട് തിങ്സ് യു കനോട്ട് ചേഞ്ച്. ദർ ഈസ് നോ പോയിന്റ് ഇൻ ഗെറ്റിംഗ് ആംഗ്രി അബൌട്ട് തിങ്സ് യു കനോട്ട് ചേഞ്ച്, അല്ലെങ്കിൽ വി കനോട്ട് ചേഞ്ച്. നമുക്ക് എന്ന് പറയുമ്പോൾ വി കനോട്ട് ചേഞ്ച്. ദർ ഈസ് നോ പോയിന്റിന് ശേഷം ഇൻ എന്ന പ്രിപ്പോസിഷൻ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം വരുന്നത് ING ഫോമാണ്. ശ്രദ്ധിക്കണം, ഈ സ്ട്രക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോമാണ്. ഇത് തന്നെ നമുക്ക് ഇറ്റ് ഈസ് നോ യൂസ് ഉപയോഗിച്ചും പറയാം. ഇറ്റ് ഈസ് നോ യൂസ് ഗെറ്റിംഗ് ആംഗ്രി അബൌട്ട് തിങ്സ് വി കനോട്ട് ചേഞ്ച്. ഇറ്റ് ഈസ് നോ യൂസിന് ശേഷം പ്രിപ്പോസിഷൻ ഒന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോമാണ്. ഇനി ഇന്നത്തെ ലെസൺ, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് സെന്റൻസ് എല്ലായ്പ്പോഴും ഡോണ്ട് ഉപയോഗിച്ച് തുടങ്ങാം. ഡു, ഡസ്, ഡിഡ് ഇതിന് ശേഷം എല്ലായ്പ്പോഴും വരുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും, അതായത് V1 ആയിരിക്കും. ഡോണ്ട് ഉപയോഗിച്ച് നമ്മൾ തുടങ്ങുന്ന സെന്റൻസസ് എല്ലാം ഇമ്പറേറ്റീവ് സെന്റൻസസ് ആണ്. ചെയ്യരുത്, അതാണ് അതിനർത്ഥം. ആ ഡോഗിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, അതിനെ പ്രൊവോക്ക് ചെയ്യരുത്. ഡോണ്ട് ടീസ് ദാറ്റ് ഡോഗ്, അല്ലെങ്കിൽ ഡോണ്ട് പ്രൊവോക്ക് ദാറ്റ് ഡോഗ്. ആ ഡോഗിനെ ദേഷ്യം പിടിപ്പിക്കരുത്. ഡോണ്ട് ടീസ് ദാറ്റ് ഡോഗ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഈ സ്ട്രക്ചർ ഉപയോഗിക്കാം. ഡസിൻ്റെ എന്നൊരു ഫോം ഇവിടെ ഇല്ല. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്, അത് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. യു ഡോണ്ട് ടീസ് ദാറ്റ് ഡോഗ്, അതാണ് മുഴുവൻ ഫോം. പക്ഷെ ഇമ്പറേറ്റീവ് സെന്റൻസ് ആയത് കാരണം സബ്ജക്റ്റ് നമ്മളിവിടെ പറയില്ല. ഡോണ്ട് ടീസ് ദാറ്റ് ഡോഗ്. ഡസിൻ്റെ, ഡിഡിൻ്റെ അങ്ങനെയൊന്നും ഉപയോഗിച്ച് നമുക്ക് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. എല്ലായ്പ്പോഴും ഡോണ്ട് ഉപയോഗിച്ച് തന്നെ പറയാം. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ എപ്പോഴും ഉപയോഗിക്കാം. ഡോണ്ടിന് ശേഷം ഉപയോഗിക്കുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. ഡോണ്ട് ടീസ് ദാറ്റ് ഡോഗ്.
ഇനി ഇവിടെ യു പറയണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ പിന്നെ യു ഡോണ്ട് എന്നല്ല പറയേണ്ടത്, യു ഷുഡിൻറ്റ് എന്നാണ്, അല്ലെങ്കിൽ യു മസ്റ്റ് നോട്ട് എന്ന് പറയാം. യു ഷുഡിൻറ്റ് ടീച്ച് ദാറ്റ് ഡോഗ് അല്ലെങ്കിൽ യു മസ്റ്റ് നോട്ട് ടീച്ച് ദാറ്റ് ഡോഗ്. ഇംപറേറ്റീവ് സെൻറ്റൻസസിൻ്റെ സബ്ജക്റ്റായ യു നമ്മൾ ഒരിക്കലും മെൻഷൻ ചെയ്യില്ല. യു ഡോണ്ട് എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷേ യു ഷുഡിൻറ്റ്, യു മസ്റ്റ് നോട്ട് അങ്ങനെ നമുക്ക് പറയാം. ഇതേ അർത്ഥം തന്നെയാണ് ആ സ്ട്രക്ചേഴ്സിനും ഉള്ളത്. യു മസ്റ്റ് നോട്ട് ടീച്ച് ദാറ്റ് ഡോഗ്. കത്തി കൊണ്ട് കളിക്കരുത്, ഇതും ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഡോണ്ട് പ്ലേ വിത്ത് ദ നൈഫ് അല്ലെങ്കിൽ ഡോണ്ട് പ്ലേ വിത്ത് നൈഫ്സ്. നൈഫ്സ് എന്ന പ്ലൂറൽ ഫോം നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ദ നൈഫ് എന്ന സിംഗുലർ ഫോം ഉപയോഗിക്കാം. ഡോണ്ട് പ്ലേ വിത്ത് നൈഫ്സ്, കത്തി കൊണ്ട് കളിക്കരുത്. ഇവിടെയും യു പറയണമെങ്കിൽ നമുക്ക് യു മസ്റ്റ് നോട്ട് എന്നോ യു ഷുഡ് നോട്ട് എന്നോ പറയണം. യു മസ്റ്റ് നോട്ട് പ്ലേ വിത്ത് നൈഫ്സ്, നീ കത്തികൾ ഉപയോഗിച്ച് കളിക്കരുത്. യു ഡോണ്ട് പ്ലേ വിത്ത് നൈഫ്സ് എന്ന് പറയരുത്. ഇംപറേറ്റീവ്സിൻ്റെ സബ്ജക്റ്റ് നമ്മൾ പറയാറില്ല. റോഡിന് കുറുകെ ഓടരുത്. ഡോണ്ട് റൺ എക്രോസ് ദ റോഡ്. എക്രോസ് ദ റോഡ് എന്ന് പറയുമ്പോൾ കുറുകെ, എലോങ് ദ റോഡ് എന്ന് പറയുമ്പോൾ റോഡിൻ്റെ വശം ചേർന്ന്. ഡോണ്ട് പ്ലസ് ബി വൺ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാനാണ് നമ്മൾ ഉപയോഗിച്ചത്. ഡോണ്ട് ബി പ്ലസ് അജക്റ്റീവ് ആവരുത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡോണ്ടിന് ശേഷം ബി വൺ വരുമ്പോൾ ചെയ്യരുത് എന്ന അർത്ഥം വരും. ഡോണ്ടിന് ശേഷം ബി പ്ലസ് അജക്റ്റീവ് വരുമ്പോൾ ആവരുത് എന്ന അർത്ഥം വരും. വൈകരുത്. ഡോണ്ട് ബി ലേറ്റ്, വൈകരുത്. ഡോണ്ട് ബി സില്ലി. ഡോണ്ട് ബി സില്ലി എന്ന് പറയുമ്പോൾ ഇത്ര നിസ്സാരയായി അല്ലെങ്കിൽ നിസ്സാരനായി പെരുമാറരുത്. ഒരു കാര്യഗൗരവമില്ലാതെ പെരുമാറരുത്, അതാണ് ഈ എക്സ്പ്രഷൻ അർത്ഥം. കാര്യഗൗരവമില്ലാത്ത, കഥയില്ലാത്ത എന്ന് നമ്മൾ പറയില്ലേ, അതുപോലത്തെ ആളുകളെ കുറിച്ച് പറയാനായിട്ട് ഉപയോഗിക്കുന്ന അജക്റ്റീവാണ് സില്ലി. ഡോണ്ട് ബി സില്ലി. ഇങ്ങനെ കാര്യഗൗരവമില്ലാതെ പെരുമാറരുത്. ഡോണ്ട് ബി സില്ലി. ലേറ്റ്, സില്ലി ഇത് രണ്ടും അജക്റ്റീവാണ്. ഡോണ്ടിന് ശേഷം ബി പ്ലസ് അജക്റ്റീവ് വരുന്നത് ആവരുത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഇത്ര സ്വാർത്ഥനാവരുത്. ഡോണ്ട് ബി സോ സെൽഫിഷ്. ഇത്ര സ്വാർത്ഥനാവരുത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ സോ എന്നൊരു അഡ്വർബ് കൂടി ആഡ് ചെയ്തത്. ഡോണ്ട് ബി സോ സെൽഫിഷ്. ഡോണ്ട് ബി സോ കെയർലെസ്. ഇത്ര ശ്രദ്ധയില്ലാതെ ആവരുത്. ഡോണ്ട് ബി സോ കെയർലെസ്. ഡോണ്ട് ബി പ്ലസ് അജക്റ്റീവ് ആവരുത് എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഡോണ്ട് പ്ലസ് വി വൺ ചെയ്യരുത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ലെറ്റ്സ് പ്ലസ് വി വൺ. ലെറ്റ്സിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം ചെയ്യാം എന്നൊരു നിർദ്ദേശം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളൊരാളോട് ഒരു കാര്യം ചെയ്യാമെന്ന് അങ്ങോട്ട് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണിത്. ലെറ്റ്സ് പ്ലസ് വി വൺ. ലെറ്റ്സിന് ശേഷം എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നത് വി വൺ ആണ്. നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമുക്ക് അയാളോട് ചോദിക്കാം. ലെറ്റ്സ് ആസ്ക് ഹിം. നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമുക്ക് അയാളോട് ചോദിക്കാം. ലെറ്റ്സ് ആസ്ക് ഹിം. ഇവിടെ നമ്മൾ ലെറ്റ്സിന് ശേഷം യൂസ് ചെയ്യുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ടു അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുമില്ല. ലെറ്റ്സ് ആസ്ക് ഹിം, നമുക്ക് അയാളോട് ചോദിക്കാം. നമുക്കൊരു ഫിലിം കാണാം. ലെറ്റ്സ് വാച്ച് എ ഫിലിം. ലെറ്റ്സ് വാച്ച് എ ഫിലിം. നമുക്ക് വീട്ടിലേക്ക് നടക്കാം. ലെറ്റ്സ് വാക്ക് ഹോം. നമുക്ക് വീട്ടിലേക്ക് നടക്കാം. ലെറ്റ്സ് വാക്ക് ഹോം. നമുക്ക് പുറത്തു വന്ന് ഭക്ഷണം കഴിക്കാം. ലെറ്റ്സ് ഈറ്റ് ഔട്ട്. ഇതെല്ലാം ഒരു നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് നമ്മൾ പറയാനാണ് ലെറ്റ്സ് പ്ലസ് വി വൺ ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ ഒത്തിരി സെൻറ്റൻസസ് നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കും. ഷോൾ വി. നമ്മളൊരു കാര്യം ചെയ്താലോ അല്ലെങ്കിൽ ചെയ്യണോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. ലെറ്റ്സ് ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് ക്വസ്റ്റ്യൻസ് അല്ല. ഷോൾ വി ഉപയോഗിച്ച് തുടങ്ങുന്ന സെൻറ്റൻസസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് ഷോളിന് പകരം ഷുഡ് ഉപയോഗിക്കാം. ചെയ്യണോ എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ചെയ്താലോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതും ഒരു നിർദ്ദേശം അങ്ങോട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ അവർക്ക് വേണ്ടി കാത്തു നിൽക്കണോ? ഷോൾ വി വെയിറ്റ് ഫോർ ദം അല്ലെങ്കിൽ ഷുഡ് വി വെയിറ്റ് ഫോർ ദം. ഷോൾ വിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ്. ഷോൾ ഒരു മോഡൽ വെർബാണ്. മോഡൽ വെർബ്സിന് ശേഷം നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുക വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും. ഷുഡ് വി വെയിറ്റ് ഫോർ ദം, നമ്മൾ അവർക്ക് വേണ്ടി കാത്തു നിൽക്കണോ? ഞാൻ ജനൽ അടയ്ക്കണോ? ഷുഡ് ഐ ക്ലോസ് ദ വിൻഡോ അല്ലെങ്കിൽ ഷോൾ ഐ ക്ലോസ് ദ വിൻഡോ. ഞാൻ ജനൽ അടയ്ക്കണോ? ഇതെല്ലാം അവരുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ലെറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇങ്ങനൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഷോൾ വി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിനോട് അവർക്കുള്ള അഭിപ്രായം എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയാണ്. ഷോൾ ഐ ക്ലോസ് ദ വിൻഡോ, ഞാൻ ജനൽ അടയ്ക്കണോ? അവരുടെ ഇൻസ്ട്രക്ഷനാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു ടാക്സി വിളിക്കണോ? ഷോൾ വി ടേക്ക് എ ടാക്സി അല്ലെങ്കിൽ ഷോൾ വി കോൾ എ ടാക്സി. നമ്മളൊരു ടാക്സി വിളിക്കണോ? ഇവിടെ ഷോളിന് പകരം നമുക്ക് ഷുഡ് ഉപയോഗിക്കാം.
ഷുഡ് വി കോൾ എ ടാക്സി? ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് പാറ്റേൺ. ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട്, ഞാൻ അവിടെ പോവാറുണ്ട്, അവളിവിടെ വരാറുണ്ട്. ഇതെല്ലാം പറയാൻ സബ്ജക്റ്റിന് ശേഷം നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചാൽ മതി. വെർബിൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഫോം തന്നെ. അവൾ കഥകൾ എഴുതാറുണ്ട്. ഷീ റൈറ്റ്സ് സ്റ്റോറീസ്. ഷീ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അവൾ എഴുതാറുണ്ട് എന്നർത്ഥം. എന്താ എഴുതുന്നത്? കഥകളാണ് എഴുതുന്നത്. ഷീ റൈറ്റ്സ് സ്റ്റോറീസ്. സബ്ജക്റ്റിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം വരുന്നത് ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഇടയ്ക്കിടെ ബീച്ചിൽ പോവാറുണ്ട്. ഐ ഗോ ടു ദ ബീച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ബീച്ചിൽ പോവാറുണ്ട് എന്നർത്ഥം വരും. ഐ ഓഫൺ ഗോ ടു ദ ബീച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടെ ബീച്ചിൽ പോവാറുണ്ട് എന്നർത്ഥം വരും. ഐ ഓഫൺ ഗോ ടു ദ ബീച്ച്. ഇവിടെയും നമ്മൾ സബ്ജക്റ്റിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചത്. ഐ ഓഫൺ ഗോ ടു ദ ബീച്ച്. ഞാൻ കൂടെ കൂടെ ബീച്ചിൽ പോവാറുണ്ട്. ഇനി ഞാൻ പോവാറില്ല എന്നാണ് പറയുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഐ ഡോണ്ട് ഗോ ടു ദ ബീച്ച് എന്നാണ്. ഐ ഡോണ്ട് ഗോ ടു ദ ബീച്ച്. ഞാൻ ബീച്ചിൽ പോവാറില്ല. പോവാറില്ല, വരാറില്ല, ചെയ്യാറില്ല എന്നെല്ലാം പറയാൻ നമ്മൾ ഡോണ്ട് അല്ലെങ്കിൽ ഡസിൻ പ്ലസ് V1 ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് ഗോ ടു ദ ബീച്ച്. ഞാൻ ബീച്ചിൽ പോവാറില്ല. ഷീ ഡസിൻ കം ഹിയർ. അവൾ ഇവിടെ വരാറില്ല. ഷീ ഡസിൻ റൈറ്റ് സ്റ്റോറീസ്. അവൾ കഥകൾ എഴുതാറില്ല. ഡോണ്ട് പ്ലസ് V1 അല്ലെങ്കിൽ ഡസിൻ പ്ലസ് V1 നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അവൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഇതും നമുക്ക് സബ്ജക്റ്റിന് ശേഷം V1 ഉപയോഗിച്ച് പറയാം. ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. ഷീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സംസാരിക്കില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ ഷീ ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയാം. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവൾ ഇംഗ്ലീഷ് സംസാരിക്കും അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട്. ഷീ ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല അല്ലെങ്കിൽ സംസാരിക്കാറില്ല. അതാണ് അതിനർത്ഥം. ഞാൻ കോമിക്സ് വായിക്കാറുണ്ട്. ഐ റീഡ് കോമിക്സ്. സബ്ജക്റ്റ് പ്ലസ് V1. ഐ റീഡ് കോമിക്സ്. ഇനി വായിക്കാറില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോണ്ട് പ്ലസ് V1 ആണ്. ഐ ഡോണ്ട് റീഡ് കോമിക്സ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആയത് കാരണമാണ് നമ്മൾ ഡോണ്ട് ഉപയോഗിച്ചത്. സബ്ജക്റ്റ് ഹിയോ ഷീയോ ആയിരുന്നെങ്കിൽ നമ്മൾ ഡസൻ്റ് ആണ് ഉപയോഗിക്കുക. ഹി ഡസൻ റീഡ് കോമിക്സ്. അവൻ കോമിക്സ് വായിക്കാറില്ല. ഹി ഡസൻ റീഡ് കോമിക്സ്. ഐ റീഡ് കോമിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കോമിക്സ് വായിക്കാറുണ്ട്. ഐ ഡോണ്ട് റീഡ് കോമിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ കോമിക്സ് വായിക്കാറില്ല. സബ്ജക്റ്റ് പ്ലസ് V1 ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ്. ആ V1 മുന്നിൽ ഡസൻ്റ് അല്ലെങ്കിൽ ഡോണ്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാറില്ല എന്നൊരർത്ഥമാണ് വരുന്നത്. അവൾ ചായ കുടിക്കാറില്ല. ഷീ ഡസൻ ഡ്രിങ്ക് ടീ. അവൾ ചായ കുടിക്കാറില്ല. ഷീ ഡ്രിങ്ക്സ് ടീ എന്ന് പറഞ്ഞാൽ അവൾ ചായ കുടിക്കാറുണ്ട്. ഷീ ഡസൻ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ അവൾ ചായ കുടിക്കാറില്ല. ഇനി അവൾ ചായ കുടിക്കാറുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ആ ഡസിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെച്ചാൽ മതി. ഡസ് ഷീ ഡ്രിങ്ക് ടീ. അവൾ ചായ കുടിക്കാറുണ്ടോ? നമുക്ക് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഓക്സിലറി വെർബിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെച്ചാൽ അത് ക്വസ്റ്റ്യൻ ആയി. ആ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയി. പക്ഷേ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ഓക്സിലറീസ് കാണില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഡു അല്ലെങ്കിൽ ഡസ് ഓക്സിലറിയായി യൂസ് ചെയ്യും. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഡിഡ് ഓക്സിലറിയായി യൂസ് ചെയ്യും. ഈ സെൻറ്റൻസ് അവൾ ചായ കുടിക്കാറുണ്ട് എന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. ഷീ ഡ്രിങ്ക്സ് ടീ. അതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മളിവിടെ ഉപയോഗിച്ചത് ഡസിൻ്റ് ആണ്. സബ്ജക്റ്റ് ഷീ ആയത് കാരണമാണ് നമ്മൾ ഡസ് ഉപയോഗിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഐ, വി, യു അതുപോലത്തെ ഏതെങ്കിലും പ്രൊനൗൺ ആയിരുന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഡസ് അല്ല ഡു ആണ്. ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിക്കാറില്ല. ജൂണിൽ മഴ പെയ്യാറുണ്ട്. ഇറ്റ് റെയിൻസ് ഇൻ ജൂൺ. ജൂണിൽ മഴ പെയ്യാറുണ്ട്. ഇവിടെയും നമ്മൾ സബ്ജക്റ്റിന് ശേഷം V1 ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് റെയിൻസ് ഇൻ ജൂൺ. ജൂണിൽ മഴ പെയ്യാറുണ്ട്. ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ V1 ഉപയോഗിക്കുന്ന സമയത്ത് സബ്ജക്റ്റ് സിംഗുലർ നൗണോ പ്രൊനൗണോ ആണെങ്കിൽ നമ്മൾ ആ V1ൻ്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ ഇറ്റ് റെയിൻ എന്നല്ല പറഞ്ഞത്, ഇറ്റ് റെയിൻസ് എന്നാണ്. കാരണം സബ്ജക്റ്റായ ഇറ്റ് സിംഗുലർ പ്രൊനൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റെയിൻ എന്ന വെർബിൻ്റെ കൂടെ എസ് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് റെയിൻസ് ഇൻ ജൂൺ. ഏപ്രിലിൽ മഴ പെയ്യാറില്ല. ഇറ്റ് ഡസൻ റെയിൻ ഇൻ ഏപ്രിൽ. ഏപ്രിലിൽ മഴ പെയ്യാറില്ല. അടുത്ത പാറ്റേൺ ആണ് ബി പ്ലസ് ING. ബി എന്ന് പറയുമ്പോൾ അത് ഈസ്, ആം, ആർ ഇതിലേതെങ്കിലും ഒന്നാണ്. അതിനുശേഷം ING ഫോം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ചെയ്യുകയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയും ഈ സ്ട്രക്ചർ യൂസ് ചെയ്യും. നമ്മളിവിടെ നോക്കുന്നത് ചെയ്യുന്നുണ്ട് എന്ന അർത്ഥത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നാണ്.
നീ പാർട്ടിക്ക് പോകുന്നുണ്ടോ? ഞാൻ പാർട്ടിക്ക് പോകുന്നുണ്ട് എന്ന് പറയാം. ഐ എം ഗോയിങ് ടു ദ പാർട്ടി എന്നാണ്. ബി പ്ലസ് ഐ എൻ ജി. ഐ ആം ഗോയിങ് ടു ദ പാർട്ടി. ഇവിടുത്തെ ആം ബിയുടെ ഒരു ഫോമാണ്. ഇനി പോകുന്നുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ ആ ബി എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെക്കണം. ആർ യു ഗോയിങ് ടു ദ പാർട്ടി? നീ പാർട്ടിക്ക് പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ടു ദ പാർട്ടി? പോകുന്നില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ എം നോട്ട് ഗോയിങ് ടു ദ പാർട്ടി. ഞാൻ പാർട്ടിക്ക് പോകുന്നില്ല. ബി പ്ലസ് ഐ എൻ ജി നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാനും നമുക്ക് ഈ സ്ട്രക്ചർ യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ആ ബിയുടെ ഫോം അത് ഈസ് ആവാം, ആം ആവാം. അതിനെ നമ്മൾ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വയ്ക്കും. ആർ യു ഗോയിങ് ടു ദ പാർട്ടി? ഐ ആം ഗോയിങ് ടു ദ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നുണ്ട്. ഞാൻ നാളെ ഡെന്റിസ്റ്റിനെ കാണുന്നുണ്ട്. ഐ എം സീയിങ് ദ ഡെന്റിസ്റ്റ് ടുമോറോ. ഞാൻ നാളെ കാണുന്നുണ്ട്. ഇവിടെയും നമ്മൾ ഉപയോഗിച്ചത് ബി പ്ലസ് ഐ എൻ ജി തന്നെയാണ്. ഇവിടെ ബിയുടെ ഫോമായ ആം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം സബ്ജക്റ്റ് ഐ ആണ്. ഐ എം സീയിങ് ദ ഡെന്റിസ്റ്റ് ടുമോറോ. ഞാൻ നാളെ ഡെന്റിസ്റ്റിനെ കാണുന്നുണ്ട്. കാണും എന്നല്ല പറയുന്നത്. കാണും എന്നാണെങ്കിൽ ഐ വിൽ സീ എന്നാണ് പറയുക. ഇവിടെ കാണുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബി പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുന്നത്. ഐ എം സീയിങ് ദ ഡെന്റിസ്റ്റ് ടുമോറോ. ഞങ്ങൾ ഞായറാഴ്ച ഒരു പാർട്ടി നടത്തുന്നുണ്ട്. We are having a party on Sunday. We are having a party on Sunday. ഞങ്ങൾ ഞായറാഴ്ച ഒരു പാർട്ടി നടത്തുന്നുണ്ട്. We are having a party. B പ്ലസ് ഐ എൻ ജി തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. We are having a party on Sunday. Have you ever? ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ. നമ്മളൊരു കാര്യം എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഹാവിന് ശേഷം എല്ലായ്പ്പോഴും വെർബിന്റെ തേർഡ് ഫോം V3 വേണം ഉപയോഗിക്കാൻ. ഡു, ഡസ്, ഡിഡിന് ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും, അതായത് V1 ആയിരിക്കും. അതുപോലെ ബിക്ക് ശേഷം ഈസ്, ആം, ആർ, വാസ്, വെർ, അവർക്ക് ശേഷം നമ്മൾ നോർമലി യൂസ് ചെയ്യുക ഐ എൻ ജി ഫോം ആണ്. V3 ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സും ഉണ്ട്, അത് പാസീവ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഡു, ഡസ്, ഡിഡിന് ശേഷം എപ്പോഴും ഉപയോഗിക്കുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം എപ്പോഴും ഉപയോഗിക്കുന്നത് വെർബിന്റെ തേർഡ് ഫോം ആയിരിക്കണം. ഈസ്, ആം, ആർ, വാസ്, വെറിന് ശേഷം നോർമലി ഉപയോഗിക്കുക ഐ എൻ ജി ഫോം ആണ്. V3 ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഒഴിവാക്കാൻ സാധിക്കും. ഹാവ് യു പ്ലസ് V3 നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ്. ആ V3ക്ക് മുന്നിലെ എവർ കൂടി വന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊരർത്ഥം വരും. നീ എപ്പോഴെങ്കിലും ഒരു പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ എ ഗോസ്റ്റ്? ഹാവ് യു എവർ സീൻ എ ഗോസ്റ്റ്? ഹാവിന് ശേഷം ഉപയോഗിക്കുന്നത് വെർബിന്റെ തേർഡ് ഫോം ആണ്. സീ എന്ന വെർബിന്റെ തേർഡ് ഫോം ആണ് സീൻ. ഹാവ് യു സീൻ എ ഗോസ്റ്റ് എന്ന് ചോദിച്ചാൽ നീ ഒരു പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ എന്നൊരർത്ഥമാണ്. ഹാവ് യു എവർ സീൻ എ ഗോസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നീ എപ്പോഴെങ്കിലും, ഒരിക്കലെങ്കിലും ഒരു പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന മീനിങ് വരും. എവർ നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിന് മുന്നിലാണ് കേട്ടോ, അതുകൂടി ശ്രദ്ധിക്കണം. ഹാവ് യു എവർ സീൻ എ ഗോസ്റ്റ്? ഞാൻ ഒരിക്കലും ഒരു വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ഹാവ് യു എവർ ഫ്ലോൺ ഓൺ എ പ്ലെയിൻ? ഹാവ് യു എവർ ഫ്ലോൺ ഓൺ എ പ്ലെയിൻ? പ്ലെയിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓൺ എന്ന പ്രിപ്പോസിഷനാണ്. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഐ ഹാവ് നെവർ ഫ്ലോൺ ഓൺ എ പ്ലെയിൻ. ഐ ഹാവ് നെവർ ഫ്ലോൺ ഓൺ എ പ്ലെയിൻ. ചോദ്യത്തിൽ നമ്മൾ ഉപയോഗിച്ചത് എവർ ആണ്. ഹാവ് യു എവർ എന്നാണ് ചോദിച്ചത്. പക്ഷെ ആൻസറിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നെവർ ആണ്. ഐ ഹാവ് നെവർ ഫ്ലോൺ ഓൺ എ പ്ലെയിൻ. ഞാൻ ഒരിക്കലും ഒരു വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ല. ഹാവ് യു എവർ ഫ്ലോൺ ഓൺ എ പ്ലെയിൻ? നീ എപ്പോഴെങ്കിലും ഒരു വിമാനത്തിൽ കയറിയിട്ടുണ്ടോ? ഒരു വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എവർ ആണ്, ആൻസറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നെവർ ആണ്. എവർ ആയാലും നെവർ ആയാലും അത് വെർബിന്റെ ആ തേർഡ് ഫോമിന് മുന്നിലാണ് വരുന്നത്. നീ എപ്പോഴെങ്കിലും ഒരു കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു കുതിരയെ റൈഡ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ റിഡൺ എ ഹോഴ്സ്? റൈഡ്, റോഡ്, റിഡൺ, അതാണ് ആ വെർബിന്റെ 3 ഫോംസ്. ഹാവ് യു എവർ റിഡൺ എ ഹോഴ്സ്? ഇനി അമേരിക്കയിൽ പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ ഹാവ് യു എവർ ബീൻ ടു അമേരിക്ക, അല്ലെങ്കിൽ ഹാവ് യു എവർ വിസിറ്റഡ് അമേരിക്ക. ഹാവ് യു എവർ ഗോൺ അല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് ബീൻ ആണ്. ഹാവ് യു എവർ ബീൻ ടു അമേരിക്ക. അടുത്ത പാറ്റേൺ ഇതാണ്. ഡു യു അല്ലെങ്കിൽ ഡസ് യു, ഇതിന് ശേഷം V1 വരുമ്പോൾ ആണോ എന്നൊരർത്ഥമാണ് വരുന്നത്. ഡു യുവിന് ശേഷം ഹാവ് വരുമ്പോൾ ഉണ്ടോ എന്നൊരർത്ഥമാണ് വരുന്നത്. ഡു യു പ്ലസ് V1
അല്ലെങ്കിൽ ഡസ് ഷീ ഡസ് ഹി പ്ലസ് V1 അതിനെല്ലാം ആണോ എന്നൊരു മീനിങ് വരുമ്പോൾ ഡു യു പ്ലസ് ഹാവിന് ഉണ്ടോ എന്ന മീനിങ് ആണുള്ളത്. നീ ഇവിടെയാണോ താമസിക്കുന്നത്? ഡു യു ലിവ് ഹിയർ? ഡു യു ലിവ് ഹിയർ? അവൻ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? ഡസ് ഹി വർക്ക് ഹിയർ? യുവിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡു ആണ്, ഹീയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ആണ്. നിനക്ക് ഉത്തരം അറിയാമോ? ഡു യു നോ ദ ആൻസർ? നിനക്ക് ഉത്തരം അറിയാമോ? നിനക്ക് അവനെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഹിം? ഇവിടെ എല്ലാം ഡു യുവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് V1 ആണ്, വെർബാണ് യൂസ് ചെയ്യുന്നത്. ഡു യു നോ ദ ആൻസർ? നിനക്ക് ഉത്തരം അറിയാമോ? ഡു യു ലൈക്ക് ഹിം? നിനക്ക് അവനെ ഇഷ്ടമാണോ? നീ പതിവായി എക്സസൈസ് ചെയ്യാറുണ്ടോ? ഡു യു എക്സസൈസ് റെഗുലർലി? ഡു യു എക്സസൈസ് റെഗുലർലി? നീ പതിവായി എക്സസൈസ് ചെയ്യാറുണ്ടോ? ആർ യുവിന് ശേഷം നമ്മളൊരു നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത് ആണോ എന്ന അർത്ഥത്തിലാണ്. ഡു യുവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് വെർബാണ്. അങ്ങനെ വരുമ്പോഴും ആണോ എന്നൊരു മീനിങ് തന്നെയാണ് വരുന്നത്. ആ സ്ട്രക്ചറിനും പലപ്പോഴും ആണോ എന്ന മീനിങ് തന്നെയാണ്. ആർ യുവിന് ശേഷം അല്ലെങ്കിൽ ഈസ് ഹി ഈസ് ഷീ അതിനെല്ലാം ശേഷം ഒരു നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് വരുമ്പോഴും ആണോ എന്ന അർത്ഥമാണുള്ളത്. നിങ്ങളൊരു ടീച്ചറാണോ? ആർ യു എ ടീച്ചർ? നിങ്ങൾ ഹാപ്പി ആണോ? ആർ യു ഹാപ്പി? ഇവിടെ നിങ്ങൾക്ക് പകരം അവനോ അവളോ ആയിരുന്നെങ്കിലോ? ഈസ് ഹി എ ടീച്ചർ? പിന്നെ നമ്മൾ ആർ അല്ല ഉപയോഗിക്കുന്നത്, ഈസ് ആണ്. ഈസ് ഹി എ ടീച്ചർ? അയാൾ ഒരു ടീച്ചറാണോ? ഈസ് ഷീ ഹാപ്പി? അവൾ ഹാപ്പി ആണോ? ഇവിടെ സബ്ജക്റ്റ് യു ആയത് കാരണമാണ് നമ്മൾ ആർ ഉപയോഗിക്കുന്നത്. ഈസ് ഹി ഈസ് ഷീ ആർ യു ആം ഐ ഇതിനെല്ലാം ആണോ എന്ന അർത്ഥമാണുള്ളത്. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ഈ എക്സ്പ്രഷൻസിന് ശേഷം ഉപയോഗിക്കുക ഒരു നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ വിവാഹിതനാണോ അല്ലെങ്കിൽ വിവാഹിതയാണോ? ആർ യു മാരീഡ്? ആർ യു മാരീഡ്? നിങ്ങൾ തിരക്കിലാണോ? ആർ യു ബിസി? ആർ യുവിന് ശേഷം ING ഫോം വരുമ്പോൾ ചെയ്യുകയാണോ എന്നർത്ഥമാണ്. ആർ യു പ്ലസ് നൗൺ അല്ലെങ്കിൽ ആർ യു പ്ലസ് അഡ്ജക്റ്റീവിന് ആണോ എന്ന അർത്ഥം വരുമ്പോൾ ആർ യു പ്ലസ് INGക്ക് ചെയ്യുകയാണോ എന്നർത്ഥമാണ്. നീ പഠിക്കുകയാണോ? ആർ യു സ്റ്റഡിയിങ്? നീ പഠിക്കുകയാണോ? ആർ യു ലിസണിങ് ടു ദ മ്യൂസിക്? നീ പാട്ട് കേൾക്കുകയാണോ? ആ ഒരു പ്രവൃത്തി അപ്പം നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണിത്. ആർ യു ലിസണിങ് ടു ദ മ്യൂസിക്? ആർ യു വർക്കിംഗ്? നീ ജോലി ചെയ്യുകയാണോ? ഈസ് ഹി സ്റ്റഡിയിങ്? അവൻ പഠിക്കുകയാണോ? ഇവിടെ നമ്മൾ ഈസ് ആണ് ഉപയോഗിച്ചത്, കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. ഹി ഷീ ഇറ്റ് അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഈസ് ആണ്. യു വി ദേ ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ആർ ഉപയോഗിക്കുന്നത്. ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ആം ആണ്. ഈസ് ഹി സ്റ്റഡിയിങ്? ഈസ് ഷീ ലുക്കിംഗ് ഫോർ എ ജോബ്? അവൾ ഒരു ജോലി അന്വേഷിക്കുകയാണോ? ഈസ് ഷീ ലുക്കിംഗ് ഫോർ എ ജോബ്? നെക്സ്റ്റ് പാറ്റേൺ ഹാവ് യു പ്ലസ് V3. നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേണുമായി റിലേറ്റഡ് തന്നെയാണ്. ഹാവ് യു എവർ പ്ലസ് V3 ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാവ് യു പ്ലസ് V3 ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നീ ജോലി പൂർത്തിയാക്കിയോ? ഹാവ് യു ഫിനിഷ് ദ ജോബ്? നീ ജോലി പൂർത്തിയാക്കിയോ? ഹാവ് യു ഫിനിഷ് ദ ജോബ്? നീ ഭക്ഷണം കഴിച്ചോ? ഹാവ് യു ഈറ്റൺ അല്ലെങ്കിൽ ഹാവ് യു ഹാഡ് ലഞ്ച്? ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ്. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? നീ നിന്റെ ലഞ്ച് കഴിച്ചോ? ഹാവ് യു ഈറ്റൺ എന്ന് നമുക്ക് ചോദിക്കാം. ഈറ്റണിന് ശേഷം പിന്നെ പൊതുവെ ആ ഭക്ഷണത്തിൻ്റെ പേരൊന്നും നമ്മൾ പറയാറില്ല. ഹാവ് യു ഫിനിഷ് ദ ജോബ്? നീ ജോലി പൂർത്തിയാക്കിയോ? ഹാവ് യു ഈറ്റൺ? നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടുണ്ടോ? നിനക്ക് ലെറ്റർ കിട്ടിയോ? ഹാവ് യു റിസീവ്ഡ് ദ ലെറ്റർ? നീ പൈസ അയച്ചോ? ഹാവ് യു സെൻഡ് ദ മണി? ഹാവിന് ശേഷം എല്ലായ്പ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വെർബിൻ്റെ തേർഡ് ഫോമാണ്. ഹാവ് യു സെൻഡ് ദ മണി? നീ പൈസ അയച്ചോ? ഇവിടെ ഹാവ് യു പ്ലസ് V3ക്ക് ചെയ്തോ അല്ലെങ്കിൽ ചെയ്തിരുന്നോ ചെയ്തിട്ടുണ്ടോ ഈ മൂന്ന് മീനിങ്ങിൽ ഏതും വരാം. റീസെൻ്റ്ലി ഫിനിഷ്ഡ് ആയ ആക്ഷൻസിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. പണ്ട് എന്നോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയല്ല. ഇപ്പം അടുത്ത് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പായി ഈ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടോ അത് ചോദിക്കാനാണ് ഈ പാറ്റേൺ നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാവ് യു പ്ലസ് V3. നീ അവളെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ഹെർ? നീ ആ കഥ കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ദാറ്റ് സ്റ്റോറി? ഹാവ് യു ഹേർഡ് ദാറ്റ് സ്റ്റോറി? നീ ആ കഥ കേട്ടിട്ടുണ്ടോ? ഇവിടെ നമുക്ക് ഹാവ് യുവിന് പകരം ഹാസ് ഹി എന്നോ ഹാസ് ഷീ എന്നോ എല്ലാം പറയാം. ഹിയും ഷീയും ആവുന്ന സമയത്ത് പിന്നെ നമ്മൾ ഹാവ് ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി പിന്നെ ഹാസ് ആണ്. ഡിഡ് യു ചെയ്തോ? ഹാവ് യു ചെയ്തിട്ടുണ്ടോ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചെയ്തോ എന്ന അർത്ഥത്തിലാണ് ഡിഡ് യു ഉപയോഗിക്കുന്നത്. ഈ മീനിങ്ങിൽ നമ്മൾ ചിലപ്പോൾ ഹാവ് യു ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, ഹാവ് യു ഉപയോഗിക്കുന്ന സെൻറ്റൻസസിൽ നമ്മൾ പൊതുവെ സമയമൊന്നും പറയില്ല.
ചെയ്തോ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും കൃത്യമായ ഒരു സമയം നമ്മൾ പറയുകയേയില്ല. പക്ഷേ ഡിഡ് യു ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആ സമയം പറയും. നീ ഇന്നലെ അവനെ കണ്ടോ? ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ? ഡിഡിന് ശേഷം V1 വേണം ഉപയോഗിക്കാൻ. ഡു, ഡസ്, ഡിഡ് ഇത് മൂന്നിനും ശേഷവും വെർബിന്റെ ഫസ്റ്റ് ഫോം വേണം ഉപയോഗിക്കാൻ. ഹാസ്, ഹാവ്, ഹാഡ് ഇത് മൂന്നിന് ശേഷവും വെർബിന്റെ തേർഡ് ഫോം വേണം ഉപയോഗിക്കാൻ. നീ ഇന്നലെ അവനെ കണ്ടോ? ഡിഡ് യു സീ ഹിം? നീ അവനെ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ ഹാവ് യു സീൻ ഹിം ആണ്. ഇതിവിടെ ഇന്നലെ കണ്ടോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചത് ഡിഡ് യു ആണ്. നീ അവിടെ പോയോ? ഡിഡ് യു ഗോ ദർ? നീ അവിടെ പോയോ? ഡിഡ് യു ഗോ ദർ? നീ പരീക്ഷ എഴുതിയോ? ഡിഡ് യു റൈറ്റ് ദ എക്സാം? ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണിത്. ഇനി നെക്സ്റ്റ് പാറ്റേൺ, വുഡ് യു ലൈക്ക്. ഇത് വളരെ പൊളൈറ്റ് ആയ ഒരു എക്സ്പ്രഷൻ ആണ്. നമ്മൾ പൊതുവേ ഫോർമൽ കോണ്ടെക്സ്റ്റുകളിലാണ് യൂസ് ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴൊന്നും ഉപയോഗിക്കുന്ന പാറ്റേൺ അല്ല ഇത്. പക്ഷെ വീട്ടിലൊരാൾ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് ഒരാൾ വന്നു കഴിയുമ്പോഴെല്ലാം അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവർക്ക് വേണോ, ഇതെല്ലാം ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് വുഡ് യു ലൈക്ക്. നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകളുടെ അടുത്ത് വേണോ എന്ന് ഡയറക്റ്റ്ലി ചോദിക്കുന്നത് അത്ര പൊളൈറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചാണ് അത് ചോദിക്കുക. നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഡു യു വാണ്ട് സംതിങ് ടു ഈറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. ഡു യു വാണ്ട് നിങ്ങൾക്ക് വേണോ? അതാണ് ആ വെർബിനർത്ഥം. ഈ ചോദ്യം പക്ഷേ അത്ര പൊളൈറ്റ് അല്ല. നമ്മുടെ വീട്ടിലുള്ളവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇത് ഓക്കെയാണ്. പൊതുവെ നമ്മൾ ഇത് തന്നെയാണ് ചോദിക്കുക. പക്ഷെ വീട്ടിലൊരാൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഡു യു വാണ്ട് എന്ന് ചോദിക്കില്ല. അതിന് പകരം നമ്മൾ ചോദിക്കുക വുഡ് യു ലൈക്ക് ആണ്. വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? കുടിക്കാൻ എന്തെങ്കിലും വേണോ? വുഡ് യു ലൈക്കിന് ശേഷം നമുക്കൊരു നൗൺ ഉപയോഗിക്കാം. ഒരു വെർബ് വരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ടു ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും. വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? ടു ഈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? വാട്ട് വുഡ് യു ലൈക്ക്? ടീ ഓർ കോഫി? വാട്ട് വുഡ് യു ലൈക്ക്? നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ടീ ഓർ കോഫി? വാട്ട് ഡു യു വാണ്ട്? ടീ ഓർ കോഫി എന്ന് ചോദിക്കുന്നതിലും പൊളൈറ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നീ ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ്? ഞങ്ങളുടെ കൂടെ കൂടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ്? വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ് എന്ന് നമുക്ക് ചോദിക്കാം. വുഡ് യു ലൈക്കിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയണമെന്ന് കരുതാം. അതിന് നമുക്ക് ഈ സ്ട്രക്ചർ ഉപയോഗിക്കാം. ഐ വുഡ് ലൈക്ക് എന്ന് പറയാം. ഐ വാണ്ട് എന്ന് പറയുന്നതിലും പൊളൈറ്റ് ആണിത്. എനിക്ക് ഒരു റൂം ബുക്ക് ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് പറയുന്നതാണ് എനിക്ക് ഒരു റൂം ബുക്ക് ചെയ്യണമെന്നുണ്ട്. ഐ വാണ്ട് ടു ബുക്ക് എ റൂം എന്ന് പറയാം. അത് തീർച്ചയായും കറക്റ്റ് ആണ്, ഡയറക്റ്റ് ആണ്. പക്ഷെ അത് അത്ര തന്നെ പൊളൈറ്റ് അല്ല. അതുകൊണ്ട് കുറച്ചുകൂടി പൊളൈറ്റ് ആയി പറയാൻ നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ റൂം എന്ന് പറയാം. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ റൂം. എനിക്ക് ഒരു റൂം ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു കാപ്പി വേണമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് എ കോഫി. ഇവിടെ നമ്മൾ വുഡ് ലൈക്കിന് ശേഷം നൗണാണ് ഉപയോഗിച്ചത്. വുഡ് ലൈക്കിന് ശേഷം ഒന്നുകിൽ ഒരു നൗൺ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുക. ഐ വുഡ് ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്നുണ്ട്. എനിക്ക് മാനേജരോട് സംസാരിക്കണമെന്നുണ്ട്. ഐ വോണ്ട് ടു ടോക്ക് ടു ദ മാനേജർ അത്ര തന്നെ പൊളൈറ്റ് ആയ ഒരു പ്രയോഗമല്ല. അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ പറയാം. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു ദ മാനേജർ അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു ദ മാനേജർ. നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയാം. അത് വളരെ പൊളൈറ്റ് ആയി പറയാൻ നമുക്ക് എല്ലായ്പ്പോഴും ഐ വുഡ് ലൈക്ക് ഉപയോഗിക്കാം. അതിനുശേഷം പിന്നെ ടു ഇൻഫിനിറ്റീവ് ആണ് വരാം അല്ലെങ്കിൽ ഒരു നൗൺ വരും. എനിക്ക് ഇന്ന് അല്പം നേരത്തെ പോകണമെന്നുണ്ട്. ഇപ്പം നമ്മുടെ ബോസിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഇന്ന് അല്പം നേരത്തെ പോകണം എന്ന് നമ്മൾ ഡയറക്റ്റ്ലി അങ്ങനെ പറയില്ല. ഐ വോണ്ട് ടു ലീവ് ഏർലി എന്ന് നമ്മൾ പറയാറില്ല. അതിന് പകരം നമ്മളത് കുറച്ചുകൂടി പൊളൈറ്റ് ആക്കി പറയും. അതിന് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഇതാണ്. ഐ വുഡ് ലൈക്ക് ടു ലീവ് എ ലിറ്റിൽ ഏർലി ടുഡേ. എ ലിറ്റിൽ ഏർലി എന്ന് പറയുമ്പോൾ ഇത്തിരി നേരത്തെ. ഐ വുഡ് ലൈക്ക് ടു ലീവ് എ ലിറ്റിൽ ഏർലി ടുഡേ. ഇന്ന് അല്പം നേരത്തെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു എന്ന് പറയുന്നത് പൊളൈറ്റ് അല്ല, ഐ വുഡ് ലൈക്ക് എന്ന് തന്നെ പറയാം. നിങ്ങൾ എവിടെയാണ് പോവാൻ ആഗ്രഹിക്കുന്നത്? വേർ വുഡ് യു ലൈക്ക് ടു ഗോ? നിങ്ങൾ എവിടെയാണ് പോവാൻ ആഗ്രഹിക്കുന്നത്? വേർ വുഡ് യു ലൈക്ക് ടു ഗോ? നിങ്ങൾ എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? വേർ ഡു യു വാണ്ട് ടു ഗോ? വാട്ട് ഡു യു വാണ്ട് ടു ഈറ്റ് എന്നും നമുക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ഫോർമൽ ആയൊരു കോണ്ടെക്സ്റ്റിൽ കുറച്ചുകൂടി പൊളൈറ്റ് ആയി നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കുക. വേർ വുഡ് യു ലൈക്ക് ടു ഗോ? വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? നിങ്ങൾക്ക് കഴിക്കാൻ എന്താണ് വേണ്ടത്? സന്ദേശം എന്തെങ്കിലും കൈമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ ഫോൺ ചെയ്തു, പക്ഷെ അവർക്ക് വേണ്ട ആൾ അവിടെ വീട്ടിലില്ല. അപ്പോൾ നമ്മളാണ് ഫോൺ എടുത്തത്. നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും
ആ മറ്റേ വ്യക്തിയോട് പറയേണ്ടതുണ്ട്. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? ഒരു മെസ്സേജ് എന്തെങ്കിലും തന്നിട്ട് പോവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വേണോ? വുഡ് യു ലൈക്ക് എനിത്തിങ് എൽസ്? നെക്സ്റ്റ് പാറ്റേൺ വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ അവർക്ക് വിരോധമുണ്ടോ എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ അവർക്ക് മടിയുണ്ടോ, പരാതിയുണ്ടോ എന്നെല്ലാം ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണിത്. ഇത് രണ്ടിനും ഒരേ മീനിങ് തന്നെയാണ്, രണ്ടും പൊളൈറ്റുമാണ്. വുഡ് യു മൈൻഡ് കുറച്ചുകൂടി പൊളൈറ്റാണ്. ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ? അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ കമ്പ്യൂട്ടർ? വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് ക്ലോസിൽ വരിക പാസ്റ്റ് ടെൻസ് ആണ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ കമ്പ്യൂട്ടർ? ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ? രണ്ട് സെന്റൻസിനും ഒരേ അർത്ഥം തന്നെയാണ്. ഡു യു മൈൻഡ് ആണ് കുറച്ചുകൂടി ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിനോട് അവർക്ക് എതിർപ്പുണ്ടോ, പരാതിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ഡു യു മൈൻഡിനും വുഡ് യു മൈൻഡിനും ശേഷം ഈഫ് ക്ലോസ് ഉപയോഗിക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? വുഡ് യു മൈൻഡിന് ശേഷം പിന്നെ നമ്മൾ ഇഫ് ക്ലോസിൽ ഉപയോഗിച്ചത് പ്രസന്റ് ടെൻസ് അല്ല, പാസ്റ്റ് ടെൻസ് ആണ്. സാറ്റ് എന്നാണ് പറഞ്ഞത്. വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വച്ചിട്ട് പോകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ ലീവ് മൈ ബാഗ് ഹിയർ? ഡു യു മൈൻഡ്, ലീവ് എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചിട്ട് പോവുക. ഡു യു മൈൻഡ് ഇഫ് ഐ ലീവ് മൈ ബാഗ് ഹിയർ? അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ ലെഫ്റ്റ് മൈ ബാഗ് ഹിയർ? പിന്നെ നമ്മൾ വുഡ് യു മൈൻഡിന് ശേഷം ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസ് ആണ്, ലീവ് അല്ല ലെഫ്റ്റ് ആണ്. ഈ സ്ട്രക്ചർ ഡു യു മൈൻഡ് അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് നമുക്ക് എല്ലായ്പ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും എതിർപ്പോ ബുദ്ധിമുട്ടോ വിരോധമോ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇനി അവർക്കൊരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ, പരാതിയുണ്ടോ, മടിയുണ്ടോ, ഇതെല്ലാം ചോദിക്കാൻ നമുക്ക് ഡു യു മൈൻഡിനും വുഡ് യു മൈൻഡിനും ശേഷം ING ഫോം ഉപയോഗിക്കാം. പിന്നെ അവിടെ ഈഫ് ക്ലോസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഡു യു മൈൻഡ് സ്റ്റാൻഡിങ്? എല്ലായ്പ്പോഴും ഡു യു മൈൻഡിനും വുഡ് യു മൈൻഡിനും ശേഷം വരുന്ന വെർബ് അതിൻ്റെ ING ഫോമിലായിരിക്കണം. ഈ വെർബ്സിന് ശേഷം നമുക്ക് ഈഫ് ക്ലോസ് ഉപയോഗിക്കാം. അതാണ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾസ് നോക്കിയത്. ഇത് ഒരു കാര്യം ചെയ്യുന്നതിൽ അവർക്ക് പരാതി ഉണ്ടോ എന്ന് അവരോട് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ്. നമ്മൾ ചെയ്യുന്നതിൽ അവർക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിക്കാനല്ല, അതിനുവേണ്ടിയല്ല ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ചെയ്യാൻ അവർക്ക് മടിയുണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഡു യു മൈൻഡ് സ്റ്റാൻഡിങ്? അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് സ്റ്റാൻഡിങ്? ആ വാതിലൊന്ന് അടയ്ക്കാമോ? ആ വാതിൽ അടയ്ക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡു യു മൈൻഡ് ക്ലോസിംഗ് ദ ഡോർ? അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ ഡോർ? രണ്ടും നമുക്ക് ഉപയോഗിക്കാം. ആ വാതിൽ അടയ്ക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഇവിടെ അവരാണ് അടയ്ക്കുന്നത്, അത് ചെയ്യാൻ അവർക്ക് മടിയുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി നമ്മൾ അടയ്ക്കുന്നതിൽ അവർക്ക് വിരോധമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈഫ് ഉപയോഗിക്കണം. ഡു യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ ഡോർ? ഡു യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ ഡോർ? അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ ഡോർ? ആദ്യത്തെ രണ്ട് സെന്റൻസിലും വാതിൽ അടയ്ക്കുന്നത് അവർ തന്നെയാണ്, അത് ചെയ്യാൻ അവർക്ക് മടിയുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. മൂന്നാമത്തെ സെന്റൻസിൽ വാതിൽ അടയ്ക്കുന്നത് നമ്മളാണ്, നമ്മളത് അടയ്ക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈഫ് ഉപയോഗിക്കുന്നത്. ഡു യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ ഡോർ? വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ ഡോർ? ഇവിടെ ഡോർ അടയ്ക്കേണ്ടത് അവരാണ്, നമ്മളല്ല. ഒരു മിനിറ്റ് കാത്തു നിൽക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? അതിന് എതിർപ്പുണ്ടോ? വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ മൊമെന്റ്? അല്ലെങ്കിൽ ഡു യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ മൊമെന്റ്? വുഡ് യു മൈൻഡ് ആയാലും ഡു യു മൈൻഡ് ആയാലും അതിനുശേഷം വരുന്നത് ING ഫോം ആണ്. ഡു യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ മൊമെന്റ്? ഐ കാൺ ഫൈൻഡ്. നമുക്കൊരു സാധനം കാണാനില്ല, നമ്മളുടെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കാണാനില്ല എന്ന് പറയാൻ നമുക്ക് ഈ സ്ട്രക്ചർ ഉപയോഗിക്കാം. ഐ കാൺ സീ എന്ന് പറയരുത്, ഐ കാൺ ഫൈൻഡ്. എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഐ കാൺ ഫൈൻഡ് മൈ വാലറ്റ്. എൻ്റെ പേഴ്സ് കാണുന്നില്ല. ഐ കാൺ ഫൈൻഡ് മൈ വാലറ്റ്. എൻ്റെ കീ കാണാനില്ല. ഐ കാൺ ഫൈൻഡ് മൈ കീ. എൻ്റെ പേന കാണാനില്ല. ഐ കാൺ ഫൈൻഡ് മൈ പെൻ. ഇവിടെ ഒന്നും സി എന്ന് പറയരുത്. ഈ സ്ട്രക്ചറിനർത്ഥം എൻ്റെ
ഒരു വസ്തു, എന്തെങ്കിലും ഒരു സാധനം അത് കാണാനില്ല എന്നാണ്. ഇനി അത് നഷ്ടപ്പെട്ടു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയാം ഐ ഹാവ് ലോസ്റ്റ് എന്നാണ്, ഐ കാൺ ഫൈൻഡ് എന്നല്ല. ഐ ഹാവ് ലോസ്റ്റ് മൈ വാലറ്റ്, എൻ്റെ വാലറ്റ് നഷ്ടമായിരിക്കുന്നു. ഐ ഹാവ് ലോസ്റ്റ് മൈ കീ, എൻ്റെ കീ നഷ്ടമായിരിക്കുന്നു. ഇനി നമ്മളുടെ ഒരു വസ്തു കാണുന്നില്ല, നിങ്ങളത് കണ്ടോ എന്ന് ചോദിക്കണമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡ് യു അല്ല, ഹാവ് യു ആണ്. ഹാവ് യു സീൻ മൈ ക്യാറ്റ്, എൻ്റെ പൂച്ചയെ നിങ്ങൾ കണ്ടോ? ഹാവ് യു സീൻ മൈ വാലറ്റ്, എൻ്റെ പേഴ്സ്, എൻ്റെ വാലറ്റ് നിങ്ങൾ കണ്ടോ? ഇവിടെ നമ്മൾ ഡിഡ് യു സീ എന്നല്ല ചോദിക്കുന്നത്, ഹാവ് യു സീൻ എന്നാണ്. ഡിഡ് യു സീ എന്ന് ചോദിച്ചാൽ അത് വലിയ തെറ്റല്ല. പക്ഷേ ഇപ്പം എൻ്റെ പൂച്ച ഇന്നലെ മുതൽ മിസ്സിംഗ് ആണെന്ന് കരുതാം. 2 ആഴ്ച മുമ്പ് അവളെ നിങ്ങൾ കണ്ടോ എന്നല്ല എനിക്ക് അറിയേണ്ടത്. ആ മിസ്സിംഗ് ആയതിനു ശേഷം, ഇപ്പോൾ ഇത്തിരി മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു സമയത്തിൽ നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടോ, കണ്ടിരുന്നോ എന്നാണ് ചോദ്യം. റീസെൻ്റ്ലി ഫിനിഷ്ഡ് ആയ ഒരു ആക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ പാസ്റ്റിൽ എപ്പോഴോ സംഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ചല്ല. ഇപ്പോൾ ഇത്തിരി മുമ്പ് അവർ കണ്ടിരുന്നോ, കണ്ടോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് അല്ല. ഹാവ് യു സീൻ മൈ ക്യാറ്റ്, ഡിഡ് യു സീ മൈ ക്യാറ്റ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ അപ്രോപ്രിയേറ്റ് ഹാവ് യു സീൻ മൈ ക്യാറ്റ് ആണ്. ഹാവ് യു സീൻ മൈ വാലറ്റ്, എൻ്റെ വാലറ്റ് നിങ്ങൾ കണ്ടോ? നെക്സ്റ്റ് സ്ട്രക്ചർ ഐ ഹാവ് ഡിഫിക്കൽട്ടി. നമുക്കൊരു കാര്യം ചെയ്യാൻ വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അത് പ്രയാസമാണ്, ഇതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണിത്. ഇവിടെ ഡിഫിക്കൽട്ടിക്ക് ശേഷം ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. എനിക്ക് പേരുകൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഐ ഹാവ് ഡിഫിക്കൽട്ടി റിമെമ്പറിങ് നെയിംസ്. ഇവിടെ ഡിഫിക്കൽട്ടിക്ക് ശേഷം ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. ഐ ഹാവ് ഡിഫിക്കൽട്ടി റിമെമ്പറിങ് നെയിംസ്. എനിക്ക് പേരുകൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഐ ഹാവ് ഡിഫിക്കൽട്ടി ടു റിമെമ്പർ അല്ല, റിമെമ്പറിങ്. എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ വിഷമമാണ്, അതെനിക്ക് പ്രയാസമാണ്. ഐ ഹാവ് ഡിഫിക്കൽട്ടി ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഐ ഹാവ് ഡിഫിക്കൽട്ടി ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഐ ഹാവ് ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമാണ്, വിഷമമുണ്ട്, അതെല്ലാം അർത്ഥം. ഐ ഹാവ് നോ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല, എനിക്ക് ബുദ്ധിമുട്ടില്ല. ഐ ഹാഡ് നോ ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോഴോ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഐ വിൽ ഹാവ് നോ ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ സ്ട്രക്ചേഴ്സ് കൂടി ഓർത്ത് വയ്ക്കുക. ഐ ഹാവ് ഡിഫിക്കൽട്ടി എനിക്ക് വിഷമമാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഐ ഹാവ് നോ ഡിഫിക്കൽട്ടി എനിക്ക് ഒരു വിഷമവും ഇല്ല. ഐ ഹാഡ് നോ ഡിഫിക്കൽട്ടി എനിക്കൊരു വിഷമവും ഉണ്ടായില്ല. ഐ വിൽ ഹാവ് നോ ഡിഫിക്കൽട്ടി എനിക്കൊരു വിഷമവും ഒരു പ്രയാസവും ഉണ്ടാവില്ല. താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു വിഷമവും ഉണ്ടായില്ല. പാസ്റ്റിലുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഹാവ് അല്ല, ഹാഡ് ആണ് ഉപയോഗിക്കുന്നത്. ഉണ്ടായില്ല എന്നാണ് പറയുന്നത്, ഉണ്ടായി എന്നല്ല. ഐ ഹാഡ് നോ ഡിഫിക്കൽട്ടി ഫൈൻഡിങ് എ പ്ലേസ് ടു ലിവ്. ഡിഫിക്കൽട്ടിക്ക് ശേഷം ING ഫോം. അവൾക്കൊരു ജോലി കണ്ടുപിടിക്കാൻ ഒരു വിഷമവും ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ വിൽ ഹാവ് നോ ഡിഫിക്കൽട്ടി. ഷി വിൽ ഹാവ് നോ ഡിഫിക്കൽട്ടി ഫൈൻഡിങ് എ ജോബ്. ഷി വിൽ ഹാവ് നോ ഡിഫിക്കൽട്ടി ഫൈൻഡിങ് എ ജോബ്. ഒരു ജോലി കണ്ടുപിടിക്കാൻ അവൾക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് നോ യൂസ്. ഒരു കാര്യം ചെയ്യുന്നതിൽ ഒരു പ്രയോജനവുമില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണിത്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇറ്റ് ഈസ് നോ യൂസ് വറിയിങ് അബൌട്ട് തിങ്സ് യു കനോട്ട് ചേഞ്ച്. ഇറ്റ് ഈസ് നോ യൂസ് വറിയിങ് അബൌട്ട് തിങ്സ് യു കനോട്ട് ചേഞ്ച്. ഇറ്റ് ഈസ് നോ യൂസിന് ശേഷം ING ഫോം വേണം ഉപയോഗിക്കാൻ. ഇറ്റ് ഈസ് നോ യൂസ് വറിയിങ്. വിഷമിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അവനോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇറ്റ് ഈസ് നോ യൂസ് ആസ്കിങ് ഹിം. അവൻ സഹായിക്കില്ല. ഹി വോണ്ട് ഹെൽപ്പ്. ഇറ്റ് ഈസ് നോ യൂസ് ആസ്കിങ് ഹിം. ഹി വോണ്ട് ഹെൽപ്പ്. ഇറ്റ് ഈസ് നോ യൂസ് ആർഗ്യൂയിങ് വിത്ത് ഹർ. അവളോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇറ്റ് ഈസ് നോ യൂസ് ആർഗ്യൂയിങ് വിത്ത് ഹർ. ഇവിടെ എല്ലാം ING ഫോമാണ് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇതേ മീനിങ് വരുന്ന മറ്റൊരു എക്സ്പ്രഷനാണ് ദർ ഈസ് നോ പോയിന്റ് ഇൻ. ഇറ്റ് ഈസ് നോ യൂസ് ആയാലും ദർ ഈസ് നോ പോയിന്റ് ഇൻ ആയാലും ഒരേ അർത്ഥം തന്നെയാണ്. അവനെ കാത്തു നിൽക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ദർ ഈസ് നോ പോയിന്റ് ഇൻ വെയിറ്റിംഗ് ഫോർ ഹിം. ഹി വോണ്ട് കം. അവൻ വരില്ല. ദർ ഈസ് നോ പോയിന്റ് ഇൻ വെയിറ്റിംഗ് ഫോർ ഹിം. ഹി വോണ്ട് കം. അവൻ വരില്ല. ഇവിടെ പോയിന്റിന് ശേഷം ഇൻ പ്ലസ് ING ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യൂസിന് ശേഷം ഇന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ING ഡയറക്റ്റ്ലി ഉപയോഗിക്കുകയാണ് ചെയ്തത്. ദർ ഈസ് നോ പോയിന്റ് ഇൻ വെയിറ്റിംഗ് ഫോർ ഹിം. വൈ ഡോണ്ട് യു? ഈ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ്. വൈ ഡോണ്ട് യുവിന് ശേഷം എല്ലായ്പ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം, ഡൂവിന് ശേഷം വരുന്നത് ഫസ്റ്റ് ഫോം ആണ്. അത് ഓർത്ത് വെച്ചാൽ മതി.
നീ എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല? വൈ ഡോണ്ട് യു ടോക്ക് ടു മീ? വൈ ആറിൻറ്റ് യു ടോക്കിംഗ് ടു മീ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. വൈ ഡോണ്ട് യു ടോക്ക് ടു മീ? നീ എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല? നീ എന്തുകൊണ്ട് ഒരു ഡോക്ടറെ കാണുന്നില്ല? വൈ ഡോണ്ട് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്? നീ എന്തുകൊണ്ട് ആ ജോലിക്ക് അപേക്ഷിക്കുന്നില്ല? വൈ ഡോണ്ട് യു സീ എ ഡോക്ടർ? നീ എന്തുകൊണ്ട് ഒരു ഡോക്ടറെ കാണുന്നില്ല? വൈ ഡോണ്ട് യു ടേക്ക് എ ബ്രേക്ക്? എന്തുകൊണ്ട് നീ ഒരു ബ്രേക്ക് എടുക്കുന്നില്ല? വൈ ഡോണ്ട് യുവിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം തന്നെ ഉപയോഗിക്കുക. ഒരു കാര്യം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാനാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഇത് ഇന്നത്തെ ലെസണിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ എല്ലാം അഫർമേറ്റീവ് സെന്റൻസസ് അല്ല. ക്വസ്റ്റ്യൻസും നെഗറ്റീവ്സും ഉണ്ടാക്കാൻ ആവശ്യമായ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു പോകണം. താങ്ക് യു ഫോർ വാച്ചിങ്.